ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട വീഡിയോ ആണല്ലേ നമ്മുടെ +1 ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ചോദിക്കാൻ ചാൻസ് കൂടുതൽ എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ വരുന്ന എക്സാമുകൾക്കായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു 100%-ൽ 85%-ലും ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മോഡലിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ ആണല്ലോ, എല്ലാവരും സെറ്റ് ആണല്ലോ, സൗണ്ട് ഒക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നമുക്ക് അതിന് മുന്നേ നമ്മുടെ എജുപോർട്ടിന്റെ ന്യൂ ക്രാഷ് ബാച്ചിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് ഒക്കെ ഫില്ല് ചെയ്ത് ദെൻ അഡ്മിഷൻ ഒക്കെ എടുക്കാത്തവരാണ്, അത് ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിനാണ് നമ്മൾ ഈ ഒരു ഓഫർ 1199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്തിടാം കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? യെസ്, ഗൂഗിൾ ഫോം കാണാൻ പറ്റും. അപ്പൊ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. ദെൻ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് മാത്രമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പാരന്റ്സിനോടൊക്കെ സമ്മതിച്ചിട്ട് ഓക്കെ ആകും. അപ്പൊ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, പഠിച്ചു കഴിഞ്ഞവരുണ്ടാകും, പക്ഷെ ഇനിയും ഒന്നും ബുക്ക് പോലും തൊടാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് എന്താക്കാം, നമ്മുടെ വഴി സെറ്റ് ആക്കണം. അപ്പൊ നിങ്ങൾ നമ്മുടെ എജുപോർട്ടിന്റെ ക്രാഷ് ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഫസ്റ്റ് എപ്പോഴും ഈ ഒരു ബിഗ് ബാങ് തിയറി അല്ലെ നമുക്കൊരു എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. ആ ബിഗ് ബാങ് തിയറി അറിയാലോ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എഡ്വിൻ ഹബിൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒറിജിനും കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സ്റ്റേജസിലായിട്ട് പറയുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്, ഈ പ്രപഞ്ചം ആദ്യം ഒരു ടിനി ബോളിന്റെ അകത്താക്കിയിട്ട് വെക്കുന്നുണ്ട് അല്ലെ. അകത്താക്കിയിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ സർവ്വവസ്തുക്കളും ഒരു ടിനി ബോൾ, വളരെ കുഞ്ഞ് ആയിട്ടുള്ള ഒരു ബോളിന്റെ അകത്താക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രക്കും ടെമ്പറേച്ചറും വോളിയവും ഡെൻസിറ്റിയും ഡൈവേഴ്സിറ്റിയും എല്ലാം നിറഞ്ഞതാണ്. എന്നാൽ പെട്ടെന്നൊരു ബിഗ് ബാങ് സംഭവിക്കുകയും ആ ഒരു ബോളെ പൊട്ടിത്തെറിക്കുകയും അങ്ങനെ നമ്മൾ കാണുന്ന ഈ ഒരു അന്തരീക്ഷമല്ല, ഈ ഒരു യൂണിവേഴ്സ് അല്ലെ ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എക്സ്പെൻഷൻ കണ്ടിന്യൂസ്ലി ഇന്നും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക്കാണ് നമ്മള് ഈ ലാവ. അറിയാലോ, ലാവ തണുത്തുറഞ്ഞിലെ അഗ്നിപർവ്വതം പൊട്ടുന്നു, ലാവ വരുന്നു, ആ ലാവ തണുത്തുറഞ്ഞ് കുറച്ച് ലാൻഡ് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്കൊരു എസ്സേ പ്രതീക്ഷിക്കാം. അപ്പോ ഈ ലാവ, ഓക്കെ, ലാവ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്, ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ചില പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന വലിയ ലാവാ പ്രവാഹം വളരെ ദൂരം അല്ലെ, ഒന്നുകിൽ 50 or 100 കിലോമീറ്റർ വരെ കനത്തിനത് എന്ത് ചെയ്യാറുണ്ട്, ചില അടുക്കുകളായിട്ട് രൂപപ്പെടാറുണ്ട്. ആ അടുക്കുകളായിട്ട് രൂപപ്പെടുന്ന അത്തരം ഏരിയാസ് ആണ് എന്ത്, ബസാൾട്ട് മേഖല എന്ന്. ഈ ബസാൾട്ട് മേഖല അല്ലെങ്കിൽ ബസാൾട്ട് പ്രൊവിൻസ് മാത്രം ഒരു 2 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്തൂടെ? അതാണ്. ഓക്കെ, പിന്നെ വോൾക്കാനോ ലാൻഡ് ഫോം, ഇഗ്നിയസ് റോക്സ് അല്ലെ, നമ്മുടെ ആഗ്നേയ ശിലകള് നമുക്ക് കൊടുക്കാം. അതുപോലെ ബർത്തോലിറ്റ്സ് അല്ലെ, ബർത്തോലിറ്റ്സ് ഒരു ലാർജ് ഡോംസ് ആണ് അല്ലെ. നമുക്കറിയാം ഈ ഒരു
അഗ്നിപർവ്വതം പൊട്ടിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ പുറന്തോടിന്റെ ആഴത്തിന്റെ ഭാഗത്ത് അവിടെ തണുക്കുകയും വലിയ താഴികക്കുടങ്ങളായിട്ട് നമുക്ക് ഒരു ആകൃതിയിൽ വികാസം പ്രാപിക്കാറുണ്ട്. അപ്പൊ പൊട്ടിത്തെറിക്കുമ്പോൾ ആ തെറിച്ച അതേ സ്പീഡിൽ താഴോട്ട് വരുമ്പോഴാണ് ഇതുപോലെയുള്ള ഡോംസുകളെ താഴികക്കുടങ്ങളൊക്കെ ഉണ്ടാവാറ്. ഫസ്റ്റ് നമുക്കത് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റണം എന്നില്ല, പക്ഷെ പിന്നീട് നമ്മൾ എന്താകും, അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലാൻഡ് ഫോം ആയിട്ട് കാണാൻ പറ്റാറുണ്ട്. അടുത്തതാണ് ഡൈക്സ്. കണ്ടിട്ടുണ്ടോ ഡൈക്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടോ? ഇതും അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ലാവ മണ്ണിലോട്ട് ഒലിച്ചിറങ്ങി വരുന്ന സമയത്ത് മണ്ണിടയിലുള്ള വിള്ളലുകൾ ഉണ്ടാകും. ഈ വിള്ളലുകൾക്ക് ഉള്ളിലൂടെ അത് കടന്നു പോയിട്ട് തണുത്തുറങ്ങി അതൊരു മതില് പോലെ ഒരു വാള് ലൈക്ക് സ്ട്രക്ചർ പോലെ അത് മാറാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡൈക്സ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക്കാണ് നമ്മുടെ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട് ഭൂമിയുടെ ഇന്റീരിയറിനെ കുറിച്ച്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാന്റില്, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു എസ്സേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ക്രസ്റ്റ്, എന്താണ് മാന്റില്, ആസ്തനോസ്ഫിയർ എന്ന ലെയർ എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ നിഫെ ലെയർ എന്താണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിയാൽ, സിമ, ക്രസ്റ്റിന് 2 ഭാഗങ്ങളാണ്. അത് ഓരോന്നിലും അടങ്ങിയിട്ടുള്ള വാതകങ്ങൾ അല്ലെങ്കിൽ മിനറൽസുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഭാഗം കൂടിയാണ് ഇത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എപ്പോഴും നമുക്ക് എല്ലാ എക്സാമിനും എസ്സേ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അറിയാലോ ഡ്രിഫ്റ്റ് തിയറി? യെസ്. ആ ഡ്രിഫ്റ്റ് തിയറി ആൽഫ്രഡ് വാഗ്നർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡ്രിഫ്റ്റ് തിയറി, അതിന്റെ എവിഡൻസും എന്താണ് എക്സാമിന് എസ്സേ ആയിട്ട് ചോദിച്ചു. ഇതിൽ ഒരെണ്ണം മാത്രമായിരിക്കും ചോദിക്കുക. എന്തായാലും ഒരേപോലത്തെ 2 ടോപ്പിക് ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം മിക്കവാറും എവിഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡ്രിഫ്റ്റ് തിയറി അദ്ദേഹം പന്തലാസ, പാഞ്ചിയ വൻകരകളെയും സമുദ്രങ്ങളെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു വൻകരയിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന വൻകരകളും സമുദ്രങ്ങളും ഒക്കെ ഒരൊറ്റ വൻകരയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഉയർന്നതാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ തിയറിയിലൂടെ, ഡ്രിഫ്റ്റ് തിയറിയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ആ തിയറി പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതേപോലെ തന്നെ നമ്മുടെ അദ്ദേഹം എവിഡൻസുകൾ നമുക്കൊരു എന്ത് തിയറി ആണെങ്കിലും വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണം. അപ്പൊ എവിഡൻസും അദ്ദേഹം എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് മാച്ചിങ് ഓഫ് കോണ്ടിനെൻസുകൾ. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ആയിട്ടല്ല, ആഫ്രിക്കയും അതേപോലെ സൗത്ത് അമേരിക്ക തെക്കേ അമേരിക്കയുമാണ് എടുക്കുന്നത്. അത് പസിൽ ഗെയിം ചെയ്യുന്ന പോലെ രണ്ടും തമ്മിൽ ബുള്ളാർഡ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മാപ്പ് ഉണ്ടാക്കുകയും ഇത് 2 അതിർത്തികളും തമ്മിൽ കൂടിച്ചേരുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു എവിഡൻസ് ആയിരുന്നു റോക്ക് ഓഫ് ദി സെയിം ഏജ്. അപ്പോൾ ഗാനയിലും അതുപോലെ തന്നെ ബ്രസീലിലും ഒരേ പ്രായഘടനയുള്ള ശിലകൾ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്വർണ്ണ നിക്ഷേപങ്ങൾ അതുപോലെ കണ്ടെത്തുന്നുണ്ട്. ദെൻ ഫോസിലുകൾ ഫോസിലുകളുടെ കാലപ്പഴക്കത്തിലൂടെയും അതൊരു എവിഡൻസ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അടുത്തതായിട്ട് ദെൻ വെതറിംഗ് ആണ്. എക്സാമിന് എന്തായാലും ഒരു എസ്സേ പ്രതീക്ഷിക്കാം. കെമിക്കൽ വെതറിംഗ് ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ് ആയിരിക്കും. എന്തായാലും 3 ഒരുമിച്ച് ചോദിക്കില്ല. ഏതെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ 2 ആയിരിക്കും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും, നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു എസ്സേ ടോപ്പിക് ആണ് ദ 5 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി സോയിൽ ഫോർമേഷൻ. മണ്ണ് രൂപീകരണത്തെ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട് ഈ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സോയിൽ അവിടെ ഫോം ചെയ്യുകയില്ല. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു ഫാക്ടേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്ന് പാരന്റൽ മെറ്റീരിയൽ ആണ് മൂലപദാർത്ഥം. ഒരു ശില, പാരന്റൽ ശില.
ടോപ്പോഗ്രഫി മറ്റൊന്നാണ്, ഭൂപ്രകൃതി. ക്ലൈമറ്റ് കാലാവസ്ഥ മറ്റൊരു ഘടകമാണ് അല്ലെ. ക്ലൈമറ്റ് ഒക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, അപ്പം നമ്മൾ മണ്ണിൽ നടക്കുന്ന ഈ പലതരത്തിലുള്ള ഇപ്പൊ ഈ ഇലകളൊക്കെ വീട് ജീർണിച്ച് മണ്ണിൽ ലയിക്കുന്നത്, അതുപോലെ ഈ സൂക്ഷ്മ ജീവികൾ, മണ്ണിര പോലെയുള്ള ജീവികളൊക്കെ മണ്ണിന്റെ സ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കാറുണ്ട്. അതുപോലെ ടൈം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സമയം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. സമയമില്ലെങ്കിൽ അവിടെ ഒരു എന്തില്ല, സോയിൽ ഫോർമേഷൻ ഇല്ല. അപ്പൊ സമയം പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു നല്ല മണ്ണ്, ഒരു അനുകൂല സാഹചര്യത്തിൽ ഒരു നല്ല മണ്ണിന്റെ ലെയർ ഉണ്ടാവാൻ 200 വർഷം എടുക്കും. ദെൻ ഒരു നെഗറ്റീവ്, ഒരു പ്രതികൂല സാഹചര്യമാണെങ്കിൽ ഒരു നല്ല മണ്ണ് ഉണ്ടാവാൻ എത്ര എടുക്കും എന്നറിയോ? 1000 വർഷം എടുക്കും. നമ്മൾ ഈ ചവിട്ടുന്ന മണ്ണ് ചുമ്മാവാ ആണോ? ചുമ്മാ ഉണ്ടായതല്ല, ഒരുപാട് സമയമെടുത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഈ മണ്ണും കാര്യങ്ങളൊക്കെ. അടുത്തൊരു ടോപ്പിക്കാണ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാലഗ്മൈറ്റ്സ് ആൻഡ് സ്റ്റാലക്ടൈറ്റ്സ്. ഇടയ്ക്ക് എസ്സേ ടോപ്പിക്സ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അറിയാലോ എന്താണ് സ്റ്റാലക്ടൈറ്റ്സ് എന്നുള്ളത്? യെസ്, ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് വളരുന്ന നിക്ഷേപ ഡെപ്പോഷണൽ ലാൻഡ് ഫോംസ് ആണ് ഏത്? സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. ഗുഹയുടെ മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങിയിരിക്കുന്നതാണ്. വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റ് നിക്ഷേപം മൂലമാണ് ഇത് രൂപം കൊള്ളുന്നത്. ദെൻ താഴേക്കാണ് ഇത് വളരുന്നത്. രണ്ടാമത്തത് സ്റ്റാലക്ടൈറ്റ്സ് ആണ് അല്ലെ. ഇത് എവിടുന്ന് എവിടേക്കായിരിക്കും? നമുക്ക് പേര് തന്നെ ഉണ്ട് അല്ലെ, സ്റ്റാലക്ടൈറ്റ്സ്. ഗുഹയുടെ സ്റ്റാലഗ്മൈറ്റ്സ് ആട്ടോ ഇത്. ഓക്കെ, ഇത് സ്റ്റാലഗ്മൈറ്റ്സ് ആണ്, ജി ആണ്. സ്റ്റാലഗ്മൈറ്റ്സ് രണ്ടും ഒരേപോലെ വന്ന് സ്റ്റാലഗ്മൈറ്റ്സ് ഇവിടെ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡെപ്പോഷണൽ ലാൻഡ് ഫോം ആണ്. ഇത് ഗുഹയുടെ തറയിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന നിക്ഷേപ രൂപമാണ് ഏത്? സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറയുന്നത്. തറയിൽ നിന്നും മുകളിലേക്കാണ് അതിൻ്റെ വളർച്ച. ദെൻ സ്റ്റാലക്ടൈറ്റുകളിൽ നിന്നും ചോരുന്ന വെള്ളത്തിൻ്റെ കാൽസ്യം കാർബണേറ്റിലൂടെ നിക്ഷേപിച്ചാണ് ഒരു ലാൻഡ് ഫോം ഉണ്ടാകുന്നത്. അങ്ങനെ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സും കൂടെ കൂടിച്ചേരുമ്പോൾ നമുക്ക് പില്ലർ പോലെയുള്ള ലാൻഡ് ഫോമുകളും അവിടെ ഉണ്ടാകാറുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഐഡന്റിഫൈ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, എക്സ്പ്ലെയിൻ എനി 2 ലെയേഴ്സ് അല്ലെ. അന്തരീക്ഷ പാളികളെ തിരിച്ചറിയുക. ഏതെങ്കിലും രണ്ട് പാളികളെ കുറിച്ച് എന്ത് ചെയ്യുക? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിലൊന്നാണ് ടോപ്പോഗ്രഫി. സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എപ്പോഴും നമുക്കൊരു എസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പഠിച്ചു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ ഫാക്ടർ ഫോഴ്സസ് എഫക്റ്റിംഗ് ദ വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിന്റെ വേഗതയെയും ദിശയെയും ബാധിക്കുന്ന ബലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, മർദ്ദ വ്യത്യാസം മൂലമുണ്ടാകുന്ന ബലം. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം. കൊറിയോളിസ് ഫോഴ്സ്, ഭ്രമണ ബലം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം. അത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അടുത്തൊരു എസ്സേ ടോപ്പിക്കാണ് ക്ലാസിഫൈ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ് അല്ലെ. വ്യത്യസ്തതരം മേഘങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അറിയാലോ, സിറസ് ക്ലൗഡ്, ക്യൂമുലസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ്. ഓരോന്നും എന്താണെന്ന് പഠിക്കണം. അടുത്തൊരു എസ്സേ ടോപ്പിക്കാണ് ദ കമ്പാരിസൺ ഓഫ് ദി ഹൈലൻഡ് ഗ്രൂപ്പ് ഓഫ് അറേബ്യൻ സീ ആൻഡ് ദി ബേ ഓഫ് ബംഗാൾ. ഓക്കെ, അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ദ്വീപ സമൂഹങ്ങളെ കുറിച്ച് നമുക്ക് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അറിയാലോ, ബേ ഓഫ് ബംഗാളിലെ ഐലൻഡുകളാണ്. നോർത്ത് ഭാഗത്ത് ആൻഡമാൻ ഐലൻഡും ദെൻ സൗത്ത് ഭാഗത്ത് നിക്കോബാർ
ഐലൻഡുകളും. ഓക്കെ, ഈ രണ്ട് ഐലൻഡിനെയും തമ്മിൽ വേർതിരിപ്പിക്കുന്ന ഒരു ചാനലാണ് 10 ഡിഗ്രി ചാനൽ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ദെൻ ബാരൻ ഐലൻഡ് നമുക്ക് നിക്കോബാർ ഐലൻഡിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ പർവ്വതങ്ങളുടെ കൊടുമുടികളുടെ ഉയരങ്ങൾ നമ്മൾ അടുത്ത് പറയാനുണ്ട്. ബാരൻ ഐലൻഡ് നമുക്ക് നിക്കോബാർ ഐലൻഡിൽ സജീവമായിട്ടുള്ള വോൾക്കാനോസ് കാണപ്പെടുന്ന ഐലൻഡ് ആണ്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡമാനിലെയും നിക്കോബാർ ഐലൻഡിലെയും കൊടുമുടികളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ. അടുത്ത് അറേബ്യൻ കടലിലുള്ള ദ്വീപ സമൂഹമാണ് അല്ലെ. ലക്ഷദ്വീപ്, കവറത്തി, മിനിക്കോഴി എന്നിവ. കേരളത്തിന്റെ കൂടുതൽ കടൽ തീരത്ത് 250 മീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്താണ് ഈ ദ്വീപ സമൂഹങ്ങൾ കാണപ്പെടുന്നത്. ആകെ ദ്വീപുകളിൽ 11 ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ താമസമുള്ളത്. ഏറ്റവും വലിയ ദ്വീപ് മിനിക്കോഴി അല്ലെ. ദ്വീപ സമൂഹം 453 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിനെ 11th ഡിഗ്രി ചാനൽ അതെന്ത് ചെയ്യണത് രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. അടുത്തൊരു എസ്സേ ടോപ്പിക് ഡ്രൈനേജ് പാറ്റേൺസ് ആണ് അല്ലെ. ഇപ്പോൾ ഡെൻഡ്രിക് പാറ്റേൺ, റാഡിയൽ പാറ്റേൺ, ട്രെലീസ് പാറ്റേൺ, സെൻട്രിപീറ്റൽ പാറ്റേൺസ് ഒക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ വിച്ച് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? എസ്സേ ടോപ്പിക്കാണ്. ലാറ്റിറ്റ്യൂഡ്, ദ ഹിമാലയൻ മൗണ്ടൈൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, ഡിസ്റ്റൻസ് ഫ്രം ദി സീ, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് റിലീഫ് അല്ലെ. വീണ്ടും എക്സാമ്പിൾ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എക്സ്പ്ലെയിൻ ദ മെയിൻ characteristics of the cold weather season in India അല്ലെ. ഇന്ത്യ തണുത്ത കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് എക്സാമിന് എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി കാലങ്ങളിലാണ് നമുക്ക് ഈ കോൾഡ് വെതർ സീസൺ കാണപ്പെടുന്നത്. ദെൻ നമുക്ക് റാബി കൃഷിക്ക് അനുയോജ്യമായിട്ടൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആണ്. അടുത്തൊരു എസ്സേ ടോപ്പിക് അല്ലെ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. എക്സാം ഇടക്കിടക്ക് ചോദിച്ചു കാണാറുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക്കാണ്. 2, 3, 4 വട്ടം റിപ്പീറ്റ് ചെയ്തപ്പോൾ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്താണ്? സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ് ടൈഡ്. ഓക്കെ, അറിയാലോ. സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും അല്ലെ ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് സ്പ്രിംഗ് ടൈഡ് ഉണ്ടാകുന്നത്. അമാവാസി പൗർണമി സമയങ്ങളിലായിരിക്കും ആ ഒരു പൊസിഷനിൽ വരുന്നുണ്ടാവുക. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ഇതാണ് ആ ചിത്രം കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക വരച്ച് പഠിക്കുക. ആൻഡ് നീപ് ടൈഡ്, ഇവിടെ സൂര്യനും ചന്ദ്രനും ഭൂമിയോട് 90 ഡിഗ്രി കോണിൽ വരുമ്പോഴാണ് ഈ നീപ് ടൈഡ് ഉണ്ടാകുന്നത്. ഇത് ശുക്ലപക്ഷ അഷ്ടമിയും കൃഷ്ണപക്ഷ അഷ്ടമി സമയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നുണ്ടാവുക. ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി തമ്മിൽ കുറച്ചും കൂടി അല്ലെ ദ്രുതമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ഇതാണ് ആ ഒരു ചിത്രം. ഇതും എന്ത് ചെയ്യുക വരച്ച് പഠിക്കുക. ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക്കാണ് ഏത്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഹസാർഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങളും ദുരന്ത സാധ്യതകളും. ഈ ടോപ്പിക്കിൽ നമുക്ക് എസ്സേകൾ ചോദിച്ചിട്ടുണ്ട്. അറിയാലോ അതൊക്കെ. ക്യൂക്ക്, ദെൻ റഫ് അല്ലെങ്കിൽ ഫ്ലഡ്, ദെൻ സൈക്ലോൺസ് അല്ലെ. നമുക്ക് ഏതും നമുക്ക് കൊടുക്കാൻ പറ്റും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ എന്തും നമുക്കിവിടെ എഴുതാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ദെൻ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്സുകൾ. അപ്പൊ നിങ്ങൾ ഇതുവരെ എല്ലാം പഠിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ എജുപോർട്ടിന്റെ ന്യൂ ക്രാഷ് ബാച്ചിനെ കുറിച്ച് ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളെ പഠനം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ക്രാഷ് ബാച്ചിന്റെ ഒരു വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കൾ, നമ്മുടെ അഡ്മിഷൻ എടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 1000 സ്റ്റുഡൻസിനാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വഴിയെ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.